പണ്ട് ഞാൻ 5 ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ ഇനാഗുറേഷൻ, തുടക്കകാലത്ത് വിന്നറായ സമയത്ത്. അപ്പോൾ 3 ലക്ഷത്തിന് വന്ന ഇനാഗുറേഷൻ ഒന്നും എല്ലാം ആൾക്കാർ വിചാരിച്ചു പുള്ളി 5 വാങ്ങുന്നത്. ഈ 3 പ്ലാൻ നമ്മളെ വിളിക്കാതെ എന്റെ കുഴി നമ്മൾ ഒരുമിച്ച് പഠിച്ചല്ലേ, അളിയൻ വന്നു ഇതെന്താ എന്തോടെ വലിയ പൈസക്ക് നീ വെളി മേടിക്കും, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യടേ എന്ന് പറഞ്ഞു. സത്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോയേനെ, പക്ഷേ കൂടെ പഠിച്ച കൂട്ടുകാരനല്ലേ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു കടുക്കനിട്ട പാലം കളിച്ചു. അല്ല, അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ 2004 നമ്മൾ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഒരു 16 വർഷമായിട്ട് ഞാൻ എങ്ങനെ ജീവിച്ചെന്ന് എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പം തൊപ്പി ഞാനും അവൻ എന്നെ വെല്ലുവിളിച്ചു, അവനെ അങ്ങനെ ചെയ്തു, അവൻ പിറ്റേന്ന് ആ സ്പോട്ടിൽ പറഞ്ഞ എന്താ എടാ PR ഒന്നും അല്ലടാ, തോൽവിയെ നമ്മൾ അംഗീകരിച്ചേ പറ്റും. അല്ല, അതൊരു വ്യക്തിയുടെ മര്യാദ കൂടിയാണ്. അത് കാരണം അവിടെയാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നും നമ്മൾ പറയുന്നതിനും അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് നമ്മൾ പറയുന്നതിനും. അവൻ കെ സുനിൽ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്, അവനെ സപ്പോർട്ട് ചെയ്യാം, അവൻ വിളിച്ച പരിപാടിക്ക് നമ്മൾ പോയി. പക്ഷേ വിളിച്ചിട്ട് പോയിട്ട് ഞാൻ സാധാരണ മേടിക്കുന്നതിനെക്കാട്ടി പൈസ കുറച്ചാണ് പോയത്, അവന് വേണ്ടി പോയതാണ്. പക്ഷെ ഇവൻ പൈസ തന്നില്ല, ഇവൻ പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. എന്ത് മര്യാദകേടാണത്? അത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. പുറത്ത് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പലരുമായിട്ടുണ്ടാകുന്നു. സിനിമ റിവ്യൂവുമായി ബന്ധപ്പെട്ട് യൂട്യൂബേഴ്സുമായിട്ട് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. അത്രയും നെഗറ്റീവിൽ നിന്ന് 4% പേരുടെ പോലും പിന്തുണയില്ലാതെ അകത്ത് ഞാൻ പോയിട്ട് എൻ്റെ സുഹൃത്തുക്കളെന്നല്ല ദൈവം തമ്പുരാൻ ചിലപ്പം PR ചെയ്താലും ഞാൻ ജയിക്കണമെന്നില്ല. അകത്ത് ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ആദ്യത്തെ വീക്കിൽ പുറത്താക്കുമെന്ന് പറയുമ്പം എന്നാ ജയിക്കണം. ഇത് നമുക്ക് വാശി ഉണ്ടാവുമെന്നല്ലോ. ഒരാളിപ്പോൾ രോഹനെ ഒരാൾ ആക്ഷേപിക്കുമ്പം നമുക്ക് താല്പര്യമൊന്നും ഉണ്ടാവത്തില്ല. നമുക്കിഷ്ടമല്ലാത്ത ഒരു ഭക്ഷണം എടുത്ത് തന്നിട്ട് നീ ഇതൊരിക്കലും കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാനത് കഴിച്ചു കാണിക്കും. അതേപോലെ അത്രേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഒരാളുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് തുല്യമാണ്. സീസൺ 7 ഫിനാലെ എത്തുന്ന സമയത്ത് മുമ്പായിട്ട് ഇതുപോലെ തന്നെ മരാർ പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, ഞാൻ എന്തായാലും ഫിനാലേക്ക് തിരുവനന്തപുരത്ത് പോകുന്നുണ്ട് കപ്പും കൊണ്ട്, ആ കപ്പ് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ശോഭയാണ് അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ശരിക്കും അങ്ങനെ പറയാനുള്ള ഈ വിഷയങ്ങൾ തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ രോഹ ഇത് ആവർത്തിച്ച് ഇതേ രോഹ ഇന്നെടുത്ത് നോക്കി ഇന്നും സ്റ്റോറി ഇട്ടേക്കുന്നു ഉണ്ട്. ഞാൻ അതിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഹാട്രിക് വിജയം, ബിനുവിന് ഹാട്രിക് വിജയം എന്നുള്ള ഇതിലേക്ക് പറഞ്ഞു. ഹാട്രിക് വിജയം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്രാവശ്യം അനു, കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോ, അതിന് മുമ്പത്തെ വിന്നർ ആക്ച്വലി അഖിൽ മരാറാണ്. അപ്പോൾ മരാർക്ക് PR ഉണ്ടായിരുന്നോ? അതാ ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് കേരളത്തിലെ ജനങ്ങളെല്ലാം PR നിങ്ങളെല്ലാം നമ്മുടെ PR അത് സ്ഥിരം നമ്പർ, അതല്ലാതെ PR ഉണ്ടായിരുന്നു ആക്ച്വലി. PR എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് അനുകൂലമായിട്ട് ഞാൻ അകത്ത് പോകുന്ന സമയത്ത് എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരത് കട്ട് ചെയ്തെടുക്കും, അവരത് പ്രൊമോട്ട് ചെയ്യും. എന്നെ ആദ്യത്തെ ആഴ്ചയിൽ പുറത്താക്കാനല്ലേ ഒരു വലിയ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബിഗ് ബോസിൽ എന്നെ പോലെ എൻട്രി ചെയ്തിട്ടുള്ള ഒരു മത്സരാർത്ഥി ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഷോയ്ക്കെതിരെ വളരെ മോശമായി സംസാരിക്കുകയും ബിഗ് ബോസിലെ ഏറ്റവും ഹീറോ ആയിട്ടുള്ള റോബിനെ പോലെ ഒരാളെടുത്ത് പരസ്യമായി വെല്ലുവിളി നടത്തുകയും ഇപ്പം ഷോയ്ക്ക് ഉള്ളിൽ ഞാൻ ഇനി പോയി എന്ത് കാണിച്ചു തരാം എന്നൊക്കെ ഞാൻ പോകുന്നതിന് മുൻപ് റോബിൻ്റെ പേര് വെച്ച് സംസാരിക്കും. അപ്പം ഒരു വലിയ ഫാൻ ബേസ് ഉള്ള ഒരാളെ വെല്ലുവിളിക്കുന്നു, ഷോയെ തന്നെ പരിഹസിക്കുന്നു. പുറത്ത് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പലരുമായിട്ടുണ്ടാകുന്നു. സിനിമ റിവ്യൂവുമായി ബന്ധപ്പെട്ട് യൂട്യൂബേഴ്സുമായിട്ട് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. അത്രയും നെഗറ്റീവിൽ നിന്ന് 4% പേരുടെ പോലും പിന്തുണയില്ലാതെ അകത്ത് ഞാൻ പോയിട്ട് എൻ്റെ സുഹൃത്തുക്കളെന്നല്ല ദൈവം തമ്പുരാൻ ചിലപ്പം PR ചെയ്താലും ഞാൻ ജയിക്കണമെന്നില്ല. അകത്ത് ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ പതിയെ എന്നെ എതിർത്തവർ എന്നെ സ്വീകരിക്കാൻ ഒരു കാരണമുണ്ടായി. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, എപ്പോഴും ജയിക്കാനും ആൾക്കാർ ഇഷ്ടപ്പെടാനും ഒരു കാരണമുണ്ടാവും. ഇപ്പോഴും ആൾക്കാർ എന്നെ എതിർക്കുന്നുണ്ട്. ഇവരെന്നെ എതിർക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്ത വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായം പറയുന്നു. വ്യക്തിപരമായിട്ട് ഒരാളും ഒരിക്കലും എന്നെ എതിർക്കത്തൊന്നുമില്ല. അവർക്ക് ഞാനെന്ന് പറയുന്ന മനുഷ്യനെ അറിയാം. എന്നെ ഒരു ഇടതുപക്ഷക്കാരനെ എതിർക്കുന്നത് ഞാൻ അവൻ്റെ പാർട്ടിയെ പറ്റി സംസാരിക്കുന്നുണ്ടും അവന് ഇഷ്ടപ്പെട്ടൊരു നേതാക്കന്മാരെ പറ്റി സംസാരിക്കുന്നുണ്ടുമാണ്. ഈ സീസണിൽ കുറച്ച് പേർ എന്നെ എതിർക്കുന്നത് അവരിഷ്ടപ്പെടുന്ന അനീഷിനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്നൊരു വിഷമത്തിലാണ്. അതൊരാഴ്ച കഴിയുമ്പോൾ അങ്ങ് മറക്കും. പക്ഷേ തൊപ്പിയുടെ വിഷയം വന്നപ്പോഴാണെങ്കിൽ തൊപ്പി പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് അറ്റ്ലീസ്റ്റ് നിലപാടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എതിർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എതിർത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അയൽമാരുടെ എതിർത്ത് നിന്നൊരു ഷോയിൽ തന്നെയാണ് പിന്നെയും വീണ്ടും പോയത് എന്ന് പറയുന്നത്. തൊപ്പി അത് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത വിനു വിളിക്കുന്ന സമയത്ത് ഞാൻ പല വിഷയങ്ങളിലും തെറ്റുപറ്റിയിട്ടുണ്ട്, മാപ്പ് പറഞ്ഞിട്ടുണ്ട്. 1000 മാപ്പ് പറഞ്ഞിട്ടുള്ള ഒരാളാണ് തൊപ്പി. ഞാൻ എൻ്റെ ലൈഫിൽ ഒരിടത്ത് മാപ്പൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ എനിക്ക് മാപ്പ് പറയേണ്ട വിഷയത്തിൽ മാപ്പ് പറയുന്നൊരു മടിയുമില്ല. എനിക്ക് ആ സമയത്ത് ഒരു ഷോ താല്പര്യമില്ലായിരുന്നു. പിന്നീട് എനിക്ക് ആ ഷോയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ബിഗ് ബോസിൽ ഒരു മത്സരാർത്ഥിയും ജയിക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്ത ആളല്ല ഞാൻ ഈ സീസണിൽ. പക്ഷേ
എനിക്കിതിൽ അനുമോൾ ജയിക്കുമ്പോൾ സന്തോഷം തോന്നി എന്തുകൊണ്ടാണ്, പലയിടത്തു നിന്ന് എന്നെ ഇതിലേക്ക് വലിച്ചിടുകയാണ് ചെയ്തത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിതിൻ്റെ ഭാഗമായി മാറുകയാണ്. വാശി പിടിപ്പിക്കുമ്പോഴാണ് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നത്. ബിഗ് ബോസിലേക്ക് നിന്നെ കയറ്റത്തില്ല എന്ന് പറയുമ്പം എന്നാൽ പിന്നെ കയറണം, നിന്നെ ആദ്യത്തെ വീക്കിൽ പുറത്താക്കുമെന്ന് പറയുമ്പം എന്നാൽ ജയിക്കണം. ഇത് നമുക്ക് വാശി ഉണ്ടാവുമെന്നല്ലോ. ഒരാളിപ്പോൾ രോഹനെ ഒരാൾ ആക്ഷേപിക്കുമ്പം നമുക്ക് താല്പര്യമൊന്നും ഉണ്ടാവത്തില്ല. ഇപ്പം നമുക്കിഷ്ടമല്ലാത്ത ഒരു ഭക്ഷണം എടുത്ത് തന്നിട്ട് നീ ഇതൊരിക്കലും കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാനത് കഴിച്ചു കാണിക്കും. അതേപോലെ അത്രേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഒരാളുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ടായിരിക്കും ശോഭ വിശ്വനാഥ് ഇത്തരത്തിലൊരു സ്റ്റോറിക്ക് മുതിർന്നിട്ടുണ്ടായിരിക്കുക? ഒരു ഹാട്രിക് വിൻ, PR വിനു എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനിത് ആവർത്തിച്ച് ഇത്രയും ജനങ്ങൾ പരിഹസിച്ചിട്ടും ജനങ്ങൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും 4ാം സ്ഥാനത്ത് വന്നിട്ട് 2-3% വോട്ട് കിട്ടിയ ഒരാൾ ഈ 82% വോട്ട് നേടി ജയിച്ച ഞാനൊന്നല്ല ആരോ ആയിക്കോട്ടെ, നീ അത് എന്ത് വിരോധാഭാസമാണ് അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത്. ഞാനതാണ് രോഹനോട് കുറച്ച് മുമ്പ് സംസാരിച്ചപ്പം പറഞ്ഞത്, നമുക്ക് ഒരാളെ ഒരു വീക്കിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ചെറിയ വോട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ആര്യൻ എവിക്റ്റായ സമയത്ത് ശോഭ ഇതേപോലെ പറഞ്ഞു, വീണ്ടും PR-കളുടെ വിജയം, അൺഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞു. അതാണ് യാഥാർത്ഥ്യം. നോക്കൂ, ഇതാണ്ട് ഏഷ്യാനെറ്റ് തന്നെ കാണിച്ചേക്കുന്നു. 4ാമത്തെ ആഴ്ചയിൽ എവിക്ഷൻ നടന്നിരുന്നുണ്ടെങ്കിൽ 4ാമത്തെ ആഴ്ച തന്നെ പുറത്താകേണ്ട ഒരു മത്സരാർത്ഥിക്ക് 84 ദിവസം അവിടെ നിലനിർത്താനുള്ളൊരു അവസരം ഒരുക്കി കൊടുത്തത് പ്ലാറ്റ്ഫോമാണ്, അവർ തന്നെയാണത്. അപ്പം അവിടെ അൺഫെയർ അല്ലത്. അതിന് മുകളിലേക്ക് ഉയർത്താൻ പറ്റാത്തത് ആര്യനെക്കാട്ടിയും ഇപ്പം നേരിയ വ്യത്യാസത്തിൽ ആര്യൻ ഏത് വീക്കിലാണ് എവിക്റ്റ് ആവുന്നത്? ആര്യൻ 12ാമത്തെ വീക്കിലാണ് എവിക്റ്റ് ആവുന്നത്. അന്ന് 7.1% വോട്ടാണ് ആര്യന് കിട്ടുന്നത്, 8.1% വോട്ട് നെവിന് കിട്ടുന്നു, 15.6% വോട്ട് സാബുമാന് കിട്ടുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഒന്നും ചെയ്യാത്ത സാബുമാൻ ഇത്രയും വോട്ട് എവിടെ നിന്ന് കിട്ടുന്നു. പക്ഷേ ആളുകൾ ആ സമയത്ത് പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ആ വീക്കിൽ ടിക്കറ്റ് ഫിനാലിൽ നടക്കുന്ന ഒരു വീക്ക് കൂടിയാണ്. ഇത് നൂറയ്ക്കൊപ്പം തന്നെ അത്രയും കട്ടയ്ക്ക് നിൽക്കാൻ ചെറിയ വേരിയേഷൻസിൽ ഇപ്പോൾ ചിലത് ഗെയിം വിൻ ചെയ്യുന്നത് ആര്യനാണ്, പിന്നെ നൂറയാണ്. അപ്പോൾ ഇത് മാറി പിന്നെ അവസാനം സെക്കൻഡ് പൊസിഷനോട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ടിക്കറ്റ് ഫിനാലേക്ക് പോകാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞിരുന്ന പേര് ഒരാൾ ആര്യനായിരുന്നു. അപ്പോൾ അത്രയും നന്നായി ഗെയിം ചെയ്യണ ഒരു വീക്ക് എവിടെയായിരുന്നു. അതിന് മുമ്പ് സർക്കസ് പരിപാടികളൊക്കെ വന്ന സമയത്താണെങ്കിലും വേഷങ്ങൾ വന്ന സമയത്താണെങ്കിലും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ മൈൻഡിൽ ഇനി നിൽക്കും, ഒരു ടോപ്പ് 5 എത്താൻ പറ്റുന്ന ഒരാളാണെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ പണ്ട് അല്ലെങ്കിൽ 4th വീക്കിൽ ഇത്രയും വോട്ടിംഗ് കുറവായിരുന്നു, എവിക്ഷൻ നടക്കാത്തതിൻ്റെ പേരിൽ പുറത്താവാതെ പോയ ഒരാളാണ് എന്നുള്ളത് ചിന്ത മാറും. നേരത്തെ നമ്മൾ ക്രിക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ ലൈഫ് ക്രിക്കറ്റിൽ പിന്നെയും കിട്ടിയ സെഞ്ചുറി അടിച്ച് അതാണ് ഓർക്കുക എന്ന് പറഞ്ഞ പോലത്തെ. അപ്പോൾ ആളുകളുടെ മനസ്സിൽ വോട്ടിങ്ങിനല്ല കുറേ കൂടി ഇമ്പോർട്ടൻസ്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ 7.1% വോട്ടാണ് ആ വീക്കിൽ കിട്ടിയത്. അപ്പോൾ അതെങ്ങനെയാണ് അൺഫെയർ ആവുന്നത്? ഇത് എന്ത് തോന്നുന്നു കിട്ടി നിവിന്? ഇത് കുറച്ചുകൂടെ 15 ഒന്നും ചെയ്യാതെ. ഇപ്പോൾ സത്യത്തിൽ ആര്യൻ മനോഹരമായി പെർഫോം ചെയ്തു, പല ടാസ്കിലും നന്നായി പെർഫോം ചെയ്തു. പക്ഷെ 15, അതായത് ആര്യൻ്റെ ഇരട്ടിക്ക് മുകളിൽ വോട്ട് അവിടെ സാബുമാന് കിട്ടി. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാം, ചെയ്യാതിരുന്നാൽ വോട്ട് ചിലപ്പോൾ. ഇപ്പം ഇപ്രാവശ്യം വൈൽഡ് കാർഡിലെ സാബുമാൻ വന്ന സമയത്ത് ആദ്യം തുടക്കത്തിൽ പറഞ്ഞായിരുന്നു വൈൽഡ് കാർഡിൽ ആദ്യം പോകുന്ന ഒരാൾ ആയിരിക്കും സാബുമാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നീട് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വൈൽഡ് കാർഡ് ബാക്കി 4 പേര് പോയിട്ടും സാബുമാൻ അവിടെ ഉണ്ടായിരുന്നു. സാബുമാൻ എന്തുകൊണ്ടാണ് എവിക്റ്റ് ആയെന്നറിയോ? സാബുമാൻ അവസാനത്തെ വീക്കിലാണ് കുറച്ച് നെഗറ്റീവായത്. കാരണം പുള്ളിക്കൊരു നാരദൻ്റെ സ്വഭാവമുണ്ട് എന്ന് പുള്ളി പ്രേക്ഷകരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞു. അല്ലെങ്കിൽ സാബുമാൻ ചിലപ്പോൾ ആ വീക്കിൽ എവിക്റ്റ് ആവത്തില്ല. ആ നെഗറ്റീവ് വന്നതുകൊണ്ടാണ്. അതാ അക്ബർ 7.1% ആര്യൻ, 8.1% നെവിൻ, 9.1% അക്ബർ, 15.3% നൂറ, 15.6% സാബുമാൻ. 12ാമത്തെ വീക്കിൽ അനുമോൾക്ക് 22.6%, അനീഷിന് 22.2 കഴിഞ്ഞാൽ 3ാം സ്ഥാനത്ത് നിൽക്കുകയാണ് സാബുമാൻ. 12ാമത്തെ 84ാമത്തെ ദിവസം, പക്ഷേ 91ാമത്തെ ദിവസം ഔട്ടായി. ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ നന്നായി ഗെയിം ചെയ്യുന്ന ഒരാൾ വിൻ ചെയ്യണമെന്നില്ല, നന്നായി സംസാരിക്കുന്ന ഒരാൾ വിൻ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതിൽ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ പലപ്പോഴും ഇതിനെ ഒരു പകുതി ഒരു 50-50 ട്രാക്കിലാക്കേണ്ട സമയമായില്ല. അതായത് ഒരു വോട്ടിംഗ് അതിനെ മാനിക്കണം, അതിനെ പരിഗണിക്കണം, അതിനൊപ്പം തന്നെ അവരുടെ പെർഫോമൻസ് കൂടെ കണക്കാക്കിയിട്ട് ക്രൂ അവിടുത്തെ കണ്ടസ്റ്റൻസിനെ നിലനിർത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അത് ഈ ഷോ അതല്ല, ആക്ച്വലി ടാസ്കോ ഒന്നുമല്ല ഈ ഷോ. ബിഗ് ബോസ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പ്രതിഫലനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അകത്തേക്ക് വിടുമ്പോൾ സമൂഹം ആരെ സ്വീകരിക്കണം, ആരെ തള്ളണം, ഇതാണ് ഇതിനകത്ത് നിലനിർത്തുന്നതും തള്ളിപ്പറയുന്നതും. അപ്പോൾ സമൂഹത്തിൽ എന്ത് ചെയ്താലും നിലനിൽക്കാൻ പറ്റും. അതാണ് ബേസിക്കലി ഈ ഷോയിൽ നിന്ന് ഒരു മത്സരാർത്ഥി പുറത്തേക്ക് കൊടുക്കേണ്ട കാര്യം. നമ്മുടെ കൺമുന്നിൽ തെറ്റ് കാണുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യാം, ചിലപ്പോൾ നമുക്ക് നിശബ്ദത പാലിക്കാം. നിശബ്ദത പാലിക്കുന്നവനെ ഇഷ്ടപ്പെടണോ, അല്ലെങ്കിൽ തെറ്റല്ല കുറേ ആൾക്കാർ ചേർന്ന് അനാവശ്യമായിട്ടൊരു അടി ഉണ്ടാക്കുകയാണ്, കുറേ കള്ളുകൂടിയന്മാർ റോട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നു, അത് കണ്ടിട്ട് ഒരാൾ മിണ്ടാതെ നടന്നു പോകുന്നു,
അയാളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. കാരണം എന്തിനാണ് ആ തൊഴുമ്പിലേക്ക് പോയി കിടന്ന അഭിപ്രായം പറയേണ്ടത്? അയാളൊരു മാന്യനാണ്, നമ്മൾ അയാൾക്ക് ഒരു ഇഷ്ടം തോന്നാം. അതേസമയം 2 കള്ളുകൂടിയന്മാർ ചേർന്നിട്ട് ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്നു, അത് കണ്ടിട്ട് ഒരാൾ മിണ്ടാതെ പോകുന്നു. രണ്ടും സെയിം ആക്റ്റാണ് ഞാനീ പറയുന്നത്. ഒരാൾ മിണ്ടാതെ പോകുന്നു എന്നുള്ളതാണ് ആ വ്യക്തി ചെയ്യുന്ന ആക്ട്. പക്ഷേ ആ വ്യക്തി ചെയ്യുന്ന ആക്ട് എവിടെയാണ് പ്രസക്തമാകുന്നത്? എവിടെയാണ് അയാൾ മിണ്ടാതെ പോകുന്നത് എന്നുള്ളതാണ്. 3 കള്ളുകൂടിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാതെ അടിയുണ്ടാക്കുന്നിടത്ത് അതിൽ ഞാൻ ഇടപെടണ്ട എന്ന് പറഞ്ഞ് മിണ്ടാതെ പോയാൽ അയാളെ നല്ലതെന്ന് പറയുന്ന അതേ ജനം 2 കള്ളുകൂടിയന്മാർ ചേർന്ന് ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറുന്ന സമയത്ത് അയാൾ മിണ്ടാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ മോശമെന്ന് പറയും, ഇവൻ പരമനാറിയാന്ന് പറയും. അവിടെ അയാൾ ഇടപെടണം. അതായത് എവിടെ നമ്മൾ ഇടപെടണം, എവിടെ നമ്മൾ നിശബ്ദത പാലിക്കണം എന്നുള്ളതാണ് ബുദ്ധി. സാബുമാൻ ഇതൊന്നും ചെയ്തില്ല. കാര്യം സാബുമാനെ സംബന്ധിച്ച് ഹൗസിൽ നടക്കുന്ന പല ആക്ടിവിറ്റികളിലും സാബുമാൻ ഭാഗമല്ല. അവിടെയാണ് നോട്ട എഫക്റ്റ് സാബുമാൻ അനുകൂലമായത്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവിടെ നിന്നെ ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങളുടെ എതിർപ്പ് ഞങ്ങളിതാ സാബുമാന് കൊടുത്ത്. സാബുമാൻ ഓരോ വീക്കിലും നിലനിൽക്കുമ്പം നിങ്ങൾ അകത്തിരുന്ന് ചർച്ച ചെയ്യണം, ഇവൻ എങ്ങനെയാ നിൽക്കുന്നത്. അന്നേരം നിങ്ങൾ ചിന്തിക്കണം, ഇവനെ സമൂഹം നിർത്തുന്നുണ്ടെങ്കിൽ ഇവൻ്റെ ക്യാരക്ടർ എന്തു ആയതുകൊണ്ടാണ് സമൂഹം അവനെ അവിടെ നിലനിർത്തുന്നത്? ഇവൻ നിശബ്ദത പാലിക്കുന്നു, ഇവൻ കോണ്ടന്റ് കൊടുക്കുന്നില്ല, ഇവൻ ടാസ്ക് ചെയ്യുന്നില്ല, പിന്നെ എന്തിനാണ് ഇവനെ പ്രേക്ഷകർ നിലനിർത്തുന്നത്? ഞങ്ങളെ ഇഷ്ടമല്ലടേ, അതാ കാര്യം. ഒരു മനുഷ്യർക്ക് ഞങ്ങളെ അങ്ങോട്ട് പിടിയുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ആ ദേഷ്യവാ. അന്നേരം മനസ്സിലാകണം, ജനത്തിന് വേണ്ടി പണിയെടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ പണി പാളും. അത് നിലനിർത്താൻ കഴിയാതെ സാബുമാന് പോയത് 13ാമത്തെ വീക്ക് എത്തിയ സമയത്ത് സാബുമാൻ കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. ഈ കമ്മ്യൂണിക്കേഷനിൽ സാബുമാൻ്റെ ക്യാരക്ടർ പതിയെ പുറത്തേക്ക് അത് വന്നപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി, ഇവൻ നമ്മൾ ഉദ്ദേശിച്ച അത്ര നിഷ്കളങ്കനൊന്നുമല്ല. അത് വന്നപ്പം 15%, 15.6% വോട്ടിൽ നിന്ന് 6.32% തൊട്ടടുത്ത വീക്കിലേക്ക് വോട്ട് കുറഞ്ഞു, എവിക്റ്റായി. ആ വീക്കിൽ ഷാനവാസിന് 10% വോട്ടേ ഉള്ളൂ. നമ്മൾ ഈ വോട്ടിന്റെ വേരിയേഷൻ എടുക്കുമ്പോൾ മനസ്സിലാവും ഹൗസിൽ നടക്കുന്ന ഓരോ ആക്ടിവിറ്റി മറ്റൊരു തലത്തിലായിക്കൂടെ. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ കണക്ട് ചെയ്യാം റോഹ. ഭയങ്കര നെഗറ്റീവായി ഈ അനുമോളും നെവിനും തമ്മിലുള്ള ഇഷ്യൂസ്. ഈ വെള്ളം കോരി ഒഴിച്ച് ഭയങ്കര പ്രശ്നം, നെവിനെ താക്കീത് ചെയ്തു. പക്ഷേ തൊട്ടടുത്ത വീക്കിൽ നെവിന് അതിഭീകരമായ സപ്പോർട്ട് കിട്ടി. എന്താ കാര്യം? ബിഗ് ബോസ് നെവിനെ ഒരു ടാസ്കിൽ പെർഫോം ചെയ്യാതെ മാറ്റി നിർത്തി. അപ്പം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ടീം നെവിൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ അവഗണിച്ചാൽ പ്രേക്ഷകൻ ചേർത്ത് പിടിക്കും. അവഗണിച്ച സമയത്ത് പ്രേക്ഷകൻ പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, നിനക്ക് ടാസ്കിലൊന്നും പെർഫോം ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിൻ്റെ കൂടെ ഞങ്ങളുണ്ട്. ആ വീക്കിൽ അനുമോളുമായിട്ടുള്ള വിഷയങ്ങളെല്ലാം പ്രേക്ഷകർ മറന്നു. തൊട്ട് മുന്നത്തെ വീക്കിൽ താഴെ നിന്ന് നെവിനെ അടുത്ത വീക്ക് എത്തിയപ്പോഴത്തേക്ക് അവർ വോട്ട് കൊടുത്ത് മേളിൽ കയറ്റി. സാബുമോനും സെയിം ആയിരുന്നു. ഒരു ടാസ്കിലും പെർഫോം ചെയ്യാതെ വെളിയിൽ കോമാളിയെ പോലെ ഒരു കമ്പും പിടിച്ചു പോയി നിന്ന സാബുമോനെ കണ്ടപ്പോൾ പ്രേക്ഷകൻ വിചാരിച്ചു, നിനക്ക് പെർഫോം ചെയ്യാൻ ഒരു അവസരം തന്നില്ലല്ലോ, നിന്നെ എല്ലാം ചേർന്ന് അവഗണിച്ചില്ലേ, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ. ഇതാണ് നെവിൻ്റെ കാര്യത്തിൽ. പക്ഷേ ക്രൂവിൻ്റെ ഒരു ബോധപൂർവമായ ശ്രമമായിരുന്നു. അതായത് ആക്കുന്നതിൻ്റെ കാര്യം ബാക്ക് ടു ബാക്ക് കിട്ടിയ വാണിങ് പിന്നെയും തെറ്റിച്ചുകൊണ്ട് ചെയ്യുന്നു. അതിൽ പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലെ അത് അനുമോളനായിട്ടുള്ള ബെഡിൽ വെള്ളം ഒഴിച്ചൊരു സീൻ പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷെ പണം ഏറ്റവും ആവശ്യമുള്ളതാണ്, പണം ആർക്കും ആവശ്യമില്ലാത്തതിന് പണത്തെക്കുറിച്ച് നേരത്തെ സംസാരിക്കുന്ന രണ്ടുപേരിൽ ഒരാളാണ് നെവിൻ. ശരിക്കും നെവിൻ അവിടെ മാറ്റി നിർത്തുന്ന സമയത്ത് ചിലപ്പോൾ മറ്റൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് എടുക്കാൻ പറ്റില്ല, ടാസ്കിൻ്റെ ഭാഗമാകാൻ പറ്റില്ല, ചിലപ്പോൾ അതിൽ നിന്ന് മാറി നിന്നിട്ട് ഒരു ആക്ട് ഉണ്ടാവാതിരിക്കുന്നതന്നെ. നെവിൻ ആകുമ്പോൾ ചെയ്ത സാധനം എടുക്കരുത് പറയുമ്പോഴും എടുത്ത പുള്ളിയുടേതായിട്ട് ക്രിയേറ്റ് ചെയ്ത കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ നെവിൻ്റെ സൈഡിൽ നിന്ന് ഇത്തരം ആക്ടുകൾ കിട്ടുമെന്നുള്ള ബോധപൂർവമായ ശ്രമം കൊണ്ട് മാറ്റി നിർത്തിയതാന്ന് തോന്നുന്നു. അവർക്ക് നെവിൻ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നെവിനെ അവർക്ക് അവസാനത്തെ ടോപ്പ് 5 വരെ നിർത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നെവിൻ അവസാനം വരെ ഉണ്ടാകണമെന്ന് അവരും ആഗ്രഹിച്ചിട്ടുണ്ട്, ഏറെ പുറത്തൊരു ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ പറയുക, അപ്പോൾ വോട്ടിംഗ് മാനദണ്ഡം ആവുന്നില്ല പലപ്പോഴും. വോട്ട് ഉണ്ട് നെവിനെ, വോട്ടില്ലെങ്കിലും ഇത്തരത്തിൽ ക്രൂ ചിന്തിച്ചു കഴിഞ്ഞാൽ നിലനിർത്താൻ പറ്റില്ല. ഇതിന്റെ പിന്നിലുള്ളവർ വിചാരിച്ചാൽ ഒരു മത്സരാർത്ഥിക്ക് പോസിറ്റീവാക്കി വോട്ട് കൂട്ടാൻ പറ്റും, വോട്ട് കുറയ്ക്കാൻ പറ്റും. ഒരു മത്സരാർത്ഥിക്ക് വോട്ട് കൂട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ് ലാലേട്ടനെ കൊണ്ടങ്ങ് തെറി വിളിപ്പിച്ചാൽ മതി. ചില വിഷയത്തിൽ പ്രേക്ഷകർക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു വിഷയത്തിൽ പ്രേക്ഷകരുടെ ചിന്തയ്ക്ക് വിപരീതമായിട്ട് ലാലേട്ടൻ ഒരു മത്സരാർത്ഥിയെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രേക്ഷകർ ആ മത്സരാർത്ഥിയുടെ കൂടെ നിൽക്കും. ലാലേട്ടനെ പ്രേക്ഷകർ തെറി വിളിക്കും. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താ? ലാലേട്ടനെ കൊണ്ട് തെറി വിളിപ്പിക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ആ മത്സരാർത്ഥിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം കൂടിയാണ് അവർ ഒരുക്കി കൊടുക്കുന്നത്. ശരികൾക്ക് വേണ്ടി ലാലേട്ടനെ കൊണ്ട് സംസാരിപ്പിക്കും, അത് നമ്മൾ അനുകൂലിക്കും. ഇപ്പം നെവിനെ വഴക്ക് പറയുമ്പം ആൾക്കാർ പറയും കറക്റ്റാ, നെവിന് നല്ല വഴക്ക് കിട്ടണം, കാരണം നീ തെറ്റ് കാണിച്ചുകൊണ്ടാണ് വഴക്ക് കിട്ടുന്നത്. അപ്പം ലാലേട്ടൻ വഴക്ക് പറഞ്ഞു നെവിനെ. തൊട്ടടുത്ത ആഴ്ച എത്തിയപ്പോഴത്തേക്ക് വഴക്കിന് അപ്പുറത്തേക്ക് അതിനെക്കാട്ടിയും വലിയ ശിക്ഷ കൊടുക്കണോ? അത്യാവശ്യം വഴക്കൊക്കെ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ അയാൾ ആ ടാസ്ക് കളിച്ചോട്ടെ. അപ്പോൾ അയാളെ ആ ടാസ്കിൽ നിന്ന് ഒഴിവാക്കി മാറ്റി നിർത്തുന്നത് നിശബ്ദനാക്കപ്പെടുക, അതായത് ഒരാളുടെ വാ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. അധികാരം ഉപയോഗിച്ചുകൊണ്ട് ബിഗ് ബോസ് തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നെവിൻ്റെ വാ മൂടിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ
അങ്ങനെ വാമൂടി കിട്ടിയാൽ പ്രേക്ഷകൻ അവൻ്റെ കൂടെ നിൽക്കും. അതുകൊണ്ടാണ് ആ വീക്കിൽ സാബു മോന് കൃത്യമായിട്ട് ജനം എടുത്ത് പുറത്തു കളയുന്നതും നിവിനെ അവിടെ നിലനിർത്തുന്നതും അക്ബറിന് മുകളിലേക്ക് നിവിനൊരു സ്ഥാനം കിട്ടുന്നതും. പിന്നെ നിവിൻ അവിടെ തൊട്ട് പിന്നെ വീണ്ടും പോസിറ്റീവായി. നിവിന് പിന്നെ വ്യത്യസ്തമായ കഴിവുകളുമുണ്ട്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പല സ്റ്റേജുകളിലും നിലനിന്ന് പോകാനും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ശേഷിയുള്ള ആളാണ് നിവിൻ. ഈ അനുമോൾ വിന്നറായി PR ബലം കൊണ്ടാന്ന് പറയുന്നു. പക്ഷെ എൻ്റെ അപ്പുറത്തേക്ക് അനുമോൾക്കല്ല PR, മറ്റൊരു കണ്ടസ്റ്റൻ്റാണ് ആ PR വർക്ക് ചെയ്തിരുന്നെങ്കിൽ ആ കണ്ടസ്റ്റൻ്റ് ആവുമായിരുന്നു വിന്നർ, അത് അനുമോളായിരുന്നു. ഇല്ല, അനുമോളെ ആവത്തുള്ളൂ. അപ്പം PR അത് ഗുണം ചെയ്തിട്ടില്ല. ഗുണം ചെയ്തേക്കുന്നത് ഇപ്പം മത്സരാർത്ഥികൾക്ക് വേണ്ടി മാത്രമേ PR-ന് പണിയെടുക്കാൻ പറ്റൂ. ഒരു നല്ല മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് കൊടുക്കും. നല്ലതെന്ന് ഞാൻ പറയുന്നത് ബിഗ് ബോസിനെ സംബന്ധിച്ച് കോണ്ടന്റ് കൊടുക്കുന്ന ഒരു മത്സരാർത്ഥി, ആ കോണ്ടന്റ് എന്തുമാകാം, പ്രേക്ഷകരെ ഇമോഷണലി കണക്ട് ചെയ്യിപ്പിക്കുന്ന എന്തുമാകാം. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോണ്ടന്റ് തന്നെ പ്രേക്ഷകൻ ഇയാൾ തരണമെന്നൊന്നുമില്ല. അതായത് സാബുമോൻ ഒന്നും ചെയ്തിട്ടല്ല ഇത്രയും നാൾ അവിടെ. അപ്പോൾ ശരിക്കും ഇപ്പോൾ ശോഭ ഉൾപ്പെടെ പറയുന്നൊരു PR വിൻ ചെയ്തു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് PR എടുത്ത കണ്ടസ്റ്റൻസിനെ കറക്റ്റ് ആപ്റ്റ് ആയ ആളാണ് PR എടുത്ത എന്ന് പറയുന്നതാണോ ശരി? അപ്പോൾ അതായത് ബുദ്ധിപരമായിട്ട് PR തീരുമാനിക്കണം. PR ചെയ്യുന്നത് ഇപ്പം വിനു ആണെങ്കിൽ വിനു വളരെ ഇപ്പം വിനു എനിക്കൊന്ന് ശൈത്യയുടെയും PR ചെയ്തു 1.5 ലക്ഷത്തിന് ചെയ്തു എന്ന് പറയുന്നു. എന്താ ജയിക്കാഞ്ഞത്? 1.5% വോട്ടല്ലേ കിട്ടിയുള്ളൂ. പക്ഷെ വിനു തന്നെ പറഞ്ഞിട്ട് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടാണ് സംഭവം നിലനിർത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഇതായുള്ളൂ എന്ന് പറയുന്നത്. നമുക്ക് അപ്പം ഒരു മത്സരാർത്ഥിക്ക് വോട്ട് 1000 വോട്ട് 2000 വോട്ട് കൊടുത്തുകൊണ്ട് നിലനിർത്തിച്ച് കൊണ്ടുപോകാൻ കാശ് കൊടുത്താൽ മതി. അതിന് PR പോലും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമുക്കറിയാവുന്ന ഇപ്പം അപ്പം ശരിക്കും ഈ PR ശരിക്കും സെലക്റ്റീവ് ആവുന്നത് എവിടെയാണ്? ഇപ്പോൾ ഇത്ര നല്ലൊരു എമൗണ്ട് ഓഫർ കിട്ടിയാൽ അവർക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഓഫർ കിട്ടുന്നതിൽ മറ്റൊരാൾക്ക് കുറച്ചും കൂടിയും ഇത് പറ്റും, വിജയിക്കാൻ പറ്റും, അവരുടെ അതിലൊരു മെറ്റീരിയൽ ഉണ്ട് എന്ന് നോക്കിയിട്ടും കൂടി ആയിരിക്കും PR എടുക്കുന്നവർ ചെയ്യുന്നുണ്ടാവുക. ഇപ്പം നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പം അപ്പാനി ശരത്തിനെ ഇപ്പം നമ്മൾ എടുത്താൽ ബിഗ് ബോസിലേക്ക് പോകുമ്പം അപ്പാനി ശരത്ത് ഒരു നല്ല മത്സരാർത്ഥിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം ഫയർ കൊടുക്കാൻ പറ്റും. അയാൾ ആക്ടർ ആയതുകൊണ്ട് തന്നെ ഹ്യൂമർ ചെയ്യാൻ പറ്റും. പുറത്ത് ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കാൻ പറ്റും. കയറി പോകുന്ന സമയത്ത് അങ്കമാലിയിലെ തൊട്ട് കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയാൻ തുടങ്ങും. പക്ഷേ അകത്ത് കയറിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നോ അതിനെ ബേസ് ചെയ്തിട്ട് ഈ ഷോ മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഈ കോമണർ എന്ന് പറഞ്ഞ് അനീഷിനെ എടുത്ത് പുകഴ്ത്തി വെക്കേണ്ട കാര്യമില്ല. കോമണറാണ് ഏറ്റവും പവർഫുൾ. ആദ്യത്തെ ആഴ്ച 2 ആഴ്ചയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരുടെ വോട്ട് നേരെ കുത്തനെ താപ്പോട്ട് പോകും. അതിനുശേഷം കോമണറായിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ആൾക്കാരുടെ റെപ്രസെൻറ്റേറ്റീവാണ്. അയാൾക്കല്ലേ വോട്ട് കൊടുക്കത്തുള്ളൂ. ഏറ്റവും വലിയ ഇപ്പം നമ്മൾ തെരഞ്ഞെടുപ്പിലൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോഴത്തേക്ക് നായന്മാർ തോനെയുള്ളിടത്ത് നായന്മാരുടെ പരിഗണന കൊടുക്കും, ക്രിസ്ത്യൻസ് തോനെയുള്ളിടത്ത് ക്രിസ്ത്യൻസിൻ്റെ പരിഗണന. ഈ മതേതര പാർട്ടികളെല്ലാം അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. മുസ്ലിംസ് തോനെയുള്ളിടത്ത് മുസ്ലിങ്ങളുടെ പരിഗണന കൊടുക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വോട്ട് വരാൻ സാധ്യതയുള്ളത് ഈ ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാണ്. ഈ സെലിബ്രിറ്റികളെ റെപ്രസെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണെ കണ്ട് എടുത്തുകൂടാത്ത സെലിബ്രിറ്റികൾ ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചെയ്യൂ? ഇപ്പം ഞാൻ സിനിമാ മേഖലയിൽ നിന്ന് ബിഗ് ബോസിൽ വന്ന ആളാണ്. ഏതെങ്കിലും സംവിധായകൻ അഖിൽമാര ഒരു സംവിധായകനാണെന്ന് പറഞ്ഞ് 4 പേരെടുത്ത് വോട്ട് ചോദിച്ചോ? എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല നടന്മാരും ഉണ്ടായിരുന്നു, എൻ്റെ പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇവരാരെങ്കിലും അഖിൽമാരാർക്ക് 10 വോട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞ് ഒരു വീഡിയോ മറ്റോ ചെയ്തോ? എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ നാട്ടുകാരും വീട്ടുകാരും നാളെ ഞാൻ ജയിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അഭിമാനം ആർക്കൊക്കെ കിട്ടുമോ അവർ അവരുടെ അഭിമാനത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തു. എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അവരുടെ അഭിമാനത്തിനും കൂടി വേണ്ടിയിട്ട് പണിയെടുത്തു. കൊട്ടാരക്കരക്കാരൻ ജയിച്ചു വരുമ്പോൾ ഒരു കൊട്ടാരക്കരക്കാരൻ അഭിമാനം ഉണ്ടാവും. അപ്പോൾ അവൻ്റെ കൂടി ബാധ്യതയാണ് എന്നെ ജയിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുടെ ബാധ്യത. മറ്റവർ ചിന്തിക്കുന്നത് എന്താ? നീ ഇപ്പം സെലിബ്രിറ്റി ആയിട്ട് നീ കാണുന്ന ഒരാൾ വിചാരിക്കും പിന്നെ നീ നീതിനകത്ത് പോയിട്ട് നിന്നെ സെലിബ്രിറ്റിയാക്കാൻ നടക്കിയാൽ എൻ്റെ പണി, ഇങ്ങനെ വിചാരിക്കും. വളർച്ചയിൽ പ്രശ്നമുള്ളവരുണ്ടാവും. പിന്നെ ഇപ്പം ഷാനവാസ് കയറി കഴിഞ്ഞാൽ ഷാനവാസിനോട് ഏറ്റവും കൂടുതൽ അസൂയുള്ളത് ഷാനവാസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും. കാര്യം ഒരു 10,000 12,000 പെർ ഡേ ശമ്പളം മേടിച്ച് സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടർക്ക് പെട്ടെന്ന് പോയിട്ട് ബിഗ് ബോസിൽ പോകുമ്പോൾ എങ്ങനെയായാലും ഒരു ആക്ടറെ സംബന്ധിച്ചൊരു 35,000 to 50,000 റേഞ്ചിൽ ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചൊരു ശമ്പളം കിട്ടിയേക്കാം. അപ്പം 100 ദിവസം നിൽക്കുമ്പോഴത്തേക്ക് 35 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ ശമ്പളം കിട്ടാനും വിജയിച്ച് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയും കാറും സമ്മാനം കിട്ടാനും പിന്നെ ഇതിനെ അനുകൂലിക്കാൻ നടക്കുക. പക്ഷേ ഇവിടെ അനുമോൾക്ക് മാത്രമാണ് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടത് കണ്ടത്. അത് ചിലപ്പോൾ അനുമോളോടൊരു സഹോദരിയോട് തോന്നുന്ന സ്നേഹമാകാം. ഈ വീട്ടിലൊരു അനിയത്തിക്കുട്ടിയും ഇച്ചിരി ഈ ഒരു കാന്താരി സ്വഭാവമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ കിടന്ന് ചിണുങ്ങി കരയുന്ന, അത് വ്യക്തിപരമായിട്ട് അതുകൊണ്ടാവും. ഇപ്പോൾ അസീസായാലും സ്റ്റാർ മാജിക്കിൽ തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പല ആൾക്കാരും വോട്ട് പിടിക്കാൻ ഇറങ്ങിയത് വളരെ റെയറായിട്ട് കാണുന്ന കാഴ്ചയാണത്. അവർക്ക് സൗഹൃദ സ്നേഹമാണ്, അത് അതിനകത്ത് സത്യസന്ധതയുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്തത്. അല്ലാതെ ആരും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അസൂയായിരിക്കും ഇവർക്ക് പലർക്കും. പക്ഷെ സാധാരണക്കാരന് ആ പ്രശ്നമില്ല. കാരണം ഇവൻ ജയിക്കുന്നത് അവനായിട്ടാണ് കാണുന്നത്. കോമണറാണ്, എൻ്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് ഏറ്റവും പവർഫുൾ കോമണറാണ്. ഏറ്റവും പേടിക്കേണ്ടത് കോമണറിനെയാണ്. എൻ്റെ സീസണിൽ ഇപ്പം ഗോപിക കയറുന്ന സമയത്ത് സാഗറും ജുനൈസ് ഉൾപ്പെടെയുള്ള എല്ലാവരും
ഏറ്റവും കൂടുതൽ എതിർക്കാൻ ഭയപ്പെട്ടിരുന്നത് അവരെയാണ്. ഓക്കെ. ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത് സംസാരിക്കുക. കാരണം ഞാൻ ശരികൾ മാത്രമേ എൻ്റെ മുമ്പിൽ വിഷയമുള്ളൂ. എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് കോമണറോ സെലിബ്രിറ്റിയോ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നമ്മുടെ മാറ്ററല്ല. എനിക്ക് വിഷയമാണ്, ആ വിഷയത്തിൻ്റെ ശരിയാണ്, അതിൽ നമ്മളങ്ങ് ഉറച്ചു നിൽക്കും. ശോഭാ വിശ്വനാഥനെ കപ്പ് കൊടുക്കാന്ന് പറയുമ്പോൾ തന്നെ വന്ന പല കമൻറ്റുകളും അതേപോലെ വാക്കുകളും ഉണ്ടായിരുന്നു. കപ്പ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ, പറ്റാച്ചാൽ കിട്ടിയ 50 ലക്ഷം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കലോർത്തുണ്ട്. അപ്പോൾ 50 ലക്ഷം നമുക്ക് മറ്റേ എടുത്ത് കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ട് തന്നെ കയ്യിലിരുന്ന് ചെലവായതാണോ? അല്ല, ഇതൊരു യുക്തിക്ക് നിരക്കാത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ജനത്തെ പരിഹസിക്കുമെന്ന അടുത്താണ്. ഇപ്പോൾ ഒരാൾക്ക് ബോധമില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പ്രവൃത്തിയിലെല്ലാം തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തു. അതാ ഞാൻ കുറച്ച് മുമ്പ് ശൈത്യയുടെ കാര്യം പറഞ്ഞതാണ്. ശൈത്യ വളരെ മനോഹരമായി തൻ്റെ നെഗറ്റീവിനെ കട്ട് ഓഫ് ചെയ്യേണ്ടതിൻ്റെ വിധവും ഞാൻ പറഞ്ഞു തന്നു. ഇപ്പം രോഹൻ അത് കേൾക്കുമ്പം അത് ശരിയായിരുന്നു, പോസിറ്റീവായിട്ടല്ലേ കാണത്തുള്ളൂ. അതേപോലെ എൻ്റെ ഇപ്പം തൊപ്പി, ഞാനും അവൻ എന്നെ വെല്ലുവിളിച്ചു, അവന് അങ്ങനെ ചെയ്തു, അവൻ പിറ്റേന്ന് ആ സ്പോട്ടിൽ പറഞ്ഞ എന്താ, എടാ PR ഒന്നും അല്ലടാ, തോൽവിയെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അല്ല, അതൊരു വ്യക്തിയുടെ മര്യാദ കൂടിയാണ്. അത് കാരണം അവിടെയാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് നമ്മൾ പറയുന്നതിനും അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് നമ്മൾ പറയുന്നത് അതിനെയാണ്. അതേസമയം ഒരാൾ ജയിച്ചു, അയാൾക്ക് വലിയ രീതിയിൽ പുറത്ത് പ്രേക്ഷകരുടെ സ്വീകാര്യത ഉണ്ടെന്നും ഇപ്പം പുറത്തുള്ള ജനഹൃദയങ്ങൾ കീഴടക്കുകയാണ്, കപ്പല്ല ലക്ഷ്യമെന്നൊക്കെ ബിഗ് ബോസിൽ പോകുന്ന പലരും പറയും. ഇത് രണ്ടും കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്നും നമുക്ക് റെഗുലറായിട്ട് വർക്കുകളും ഇനാഗുറേഷൻസും ഇപ്പം ഇന്ന് നമ്മൾ 14-ാം തീയതി ഇനാഗുറേഷൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും ഇനാഗുറേഷൻസ് വർക്ക് ഉണ്ടായിട്ടും പറയുന്നത് അഖിൽമാരാർ ഫീൽഡ് ഔട്ട് ആണെന്നാണ്. അതായത് ഞാൻ അഖിൽമാരാർ എനിക്കല്ല കോണ്ടന്റ് ആക്ച്വലി. അത് ഞാനാണ് അഖിൽമാരാർക്ക് കോണ്ടന്റ്. അതായത് എനിക്ക് തൊപ്പി പറയുന്നത് എനിക്ക് വരുന്നൊരു റീച്ചും അഖിൽമാരാർക്ക് വരുന്ന റീച്ച് നോക്കിയാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ മണ്ടൂകം എന്ന് പണ്ട് സഞ്ജയൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്ന വാചകം, കിണറ്റിലെ തവള എന്ന് പറയും. അപ്പം പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയുടെ ധാരണ, ഈ കിണർ നീ കടൽ കണ്ടിട്ടുണ്ടോടാ എന്ന് ആ തവളയോട് ഒരാൾ ചോദിക്കുമ്പോൾ ഈ തവള ഒരു കരയുടെ ഒരു എൻഡിൽ നിന്ന് അപ്പുറത്തോട്ട് ചാടിയിട്ട് ഇത്രയും ഉണ്ടോടാ നിൻ്റെ കടൽ എന്ന് ചോദിക്കുന്ന ഒരാളോട് എങ്ങനെ കടലിനെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്ന് പറയുന്നത് പോലെയാണ് എന്താണ് നമ്മുടെ സമൂഹമെന്നോ, ഈ സമൂഹത്തിൽ മനുഷ്യർ ആരെയൊക്കെ അറിയാം. ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ മലയാള സിനിമയിലെ യുവതാരങ്ങളെ പോലും പല ആൾക്കാർക്കും അറിയത്തില്ല. എങ്ങനെ അറിയാനാ? ഇവർ സിനിമകൾ കാണുന്നില്ല, ഈ ന്യൂ ജനറേഷൻ സിനിമകൾ കാണുന്നില്ല. 5 മുതൽ 10 മുതൽ 15 വരെ സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള പലരെയും കണ്ടാൽ ആർക്കും തിരിച്ചറിയത്തില്ല. അതിനെക്കാട്ടി എത്രയോ ആൾക്കാർക്ക് പല യൂട്യൂബേഴ്സിനെയും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും തിരിച്ചറിയാം. ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ആർക്കും, ഇപ്പം ഞാൻ ഒരുപാട് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ്, കോൺഗ്രസിൻ്റെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. എന്നാൽ പോലും എന്നെ കണ്ടാൽ അറിഞ്ഞുകൂടാത്ത എത്രയോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്. അവരുടെ പണി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മൊബൈൽ എടുത്ത് വെച്ച് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നോക്കിക്കൊണ്ടിരിക്കുക അല്ല. അപ്പം ഇത് നമ്മളത് മനസ്സിലാക്കണം, ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇഷ്ടപ്പെടുന്നൊരു വിഭാഗം നമ്മളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ എതിർക്കുന്ന വലിയൊരു വിഭാഗമുണ്ടെന്ന് മനസ്സിലാക്കി വേണം നമ്മളെപ്പോഴും മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് ഫീൽഡ് ഔട്ടായി എന്ന് തൊപ്പി പറയുന്നത്. തൊപ്പിയെന്നല്ല, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഏത് ഫീൽഡിൽ നിന്നാണ് നമ്മൾ ഔട്ടായി എന്നുള്ളത് അടുത്താണ് ആദ്യത്തെ ചോദ്യം. ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ല. എൻ്റെ ലക്ഷ്യം ഞാൻ സമയം പോലെ ഒരു തിരക്കഥയൊക്കെ എഴുതി ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളതാണ്. സിനിമ അഭിനയം പണ്ടും അന്നും ഇന്നും ഞാൻ അത്ര വലിയ കാര്യമാക്കുന്നില്ല. അത് അഭിനയിക്കാനുള്ള ആഗ്രഹമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കഴിവില്ലാത്തതുകൊണ്ടോ അല്ല. എനിക്ക് എൻ്റെ വ്യക്തിത്വം നിലനിർത്തി മുന്നോട്ട് പോകാൻ അഭിനയം എന്ന് പറയുന്നത് എനിക്കൊരു തടസ്സമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സ്വതന്ത്ര അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഞാൻ നിശബ്ദത പാലിക്കേണ്ടി വരും. അവസാനം ആക്ടർ പല വിഷയങ്ങളിൽ നിന്നും മാറി അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് എല്ലാ കാലത്തും ഞാനല്ലാതായി ജീവിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ എനിക്കതുകൊണ്ട് അത് താല്പര്യമില്ല. അതേസമയം റൈറ്റർ ഡയറക്ടർ എനിക്ക് പറ്റുന്ന കാര്യമാണ്. അതിനെനിക്ക് സമയം ഒത്തുവരണമെങ്കിൽ എനിക്ക് ഇപ്പോഴത്തുള്ള കാര്യങ്ങൾ, ബാധ്യതകൾ, വർക്കുകൾ തീർക്കും. പക്ഷേ ഇപ്പോൾ ഇത്രയും മുമ്പ് തന്നെ നമ്മൾ അഭിമുഖത്തിൽ പറഞ്ഞൊരു സംഭവമാണ് ഇത്രയും മാസം ചിലവ് വരുന്നു കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സിനിമാ മേഖലയായിട്ട് പ്രവർത്തിക്കുന്നതാണെങ്കിലും നേരത്തെ പറഞ്ഞ ഉദ്ഘാടനങ്ങളാണെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോഴും എപ്പോഴും ബാനർ പറയുന്നത് കേൾക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബിഗ് ബോസിനെ കുറിച്ച് തന്നെ റിവ്യൂ പറഞ്ഞാൽ കേൾക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിലാണെങ്കിലും ഈ സീസണിലാണെങ്കിലും ഒരു റിവ്യൂ പറയുക, അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തുക, അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു റവന്യൂവിനെ കുറിച്ച് ചിന്തിക്കലുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഈ അടുത്തായിട്ട് വീഡിയോകൾ ചെയ്യുന്നു,
അതിൻ്റെ കോണ്ടന്റുകൾ ഇടുന്നു യൂട്യൂബിലെ. അപ്പോൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ബാക്കിയുള്ള മേഖലയിലില്ല, അതിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയതുകൊണ്ടാണ് ഈ പുതിയ പരിപാടി തുടങ്ങിയെന്നുള്ളൊരു ചിന്ത പോകുന്നുണ്ടോ? അത് ഞാൻ യഥാർത്ഥത്തിൽ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ എന്നോട്, ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പോഴെന്നല്ല, യഥാർത്ഥത്തിൽ 2012-13 കാലം മുതൽ എന്നോട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, അഖിലെ നീ നന്നായി സംസാരിക്കും, നീ വ്ളോഗ് ചെയ്യും. ഇത് എൻ്റെ അടുത്ത് 2012-13 മുതൽ പലരും പറയുന്നത്. അപ്പം അന്ന് ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് ഇടും, ഫേസ്ബുക്ക് പ്രൊഫൈൽ വെച്ചിട്ട് പല വിഷയങ്ങൾ സംസാരിക്കും. 2015 തന്നെ തിരുവനന്തപുരത്തുള്ള ഒരു കക്ഷി എന്നെക്കുറിച്ച് റൈറ്റപ്സ് എഴുതിയത്, നിസാരമായിട്ട് വന്നിട്ട് 30,000 40,000 വ്യൂസും 1,00,000 വ്യൂസും ഒക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു മിടുക്കനാണ് അഖിൽ എന്നൊക്കെ പറഞ്ഞു, അഖിൽ കോട്ടാത്തല എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ലൈവ്, അതായത് എൻ്റെ പ്രൊഫൈലിലെ ലൈവ് തന്നെ 30,000 40,000 1,00,000 വ്യൂസൊക്കെ ഞാൻ മേടിക്കും. അന്നത് വലിയ കാര്യം കേട്ടോ. ഈ പറയുന്ന 248 രൂപ എടുത്ത് വേണം ചാർജ് ചെയ്ത് ഒരാൾ 1 GB ഡാറ്റ ഉപയോഗിക്കാൻ. അന്നൊരാൾ നമ്മളെ വീഡിയോ കാണാനൊന്നും നിൽക്കത്തില്ല, ഞാൻ യൂട്യൂബ് തുറന്നുപോലും നോക്കാറില്ല. ഇത് മറ്റെല്ലാം കൂടി തികയണം ഇതും വെച്ച്. എൻ്റെ അടുത്ത് അത് അന്ന് മുതലേ പറയുന്നുണ്ട്. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് വലിയ ഒരു ജനതയുടെ അടുത്തേക്ക് എൻ്റെ ശബ്ദം എത്തിത്തുടങ്ങി. അന്ന് തൊട്ടേ എന്നോട് എല്ലാവരും പറയും, ഇതെന്താ ഇത്, നിങ്ങളിത് സീരിയസ് ആയിട്ട് കാണാത്തത്, വലിയ സാധ്യതയുണ്ട്. ഇപ്പം ദുബായിലുള്ളവർ അല്ലാത്തവരൊക്കെ പറയും, വലിയ ബിസിനസ്സുകാർ പോലും എന്നോട് പറയും. എന്നിട്ട് എനിക്കിങ്ങനെ ഇപ്പം നരേന്ദ്രമോദിയുടെയൊക്കെ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, അഖിലേ ഇതാ നോക്ക്, നരേന്ദ്രമോദി പോയിട്ടൊരു യൂട്യൂബ് പോഡ്കാസ്റ്റിൽ ഇരിക്കുകയാണ്. അപ്പം അഖിലിനെ സംബന്ധിച്ച് വലിയ സാധ്യതയുള്ളതാണ്. ഇത് ഞാനിതിങ്ങനെ കേട്ടം കളയും. അപ്പോഴാണ് ഞാനിപ്പോൾ സിനിമ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോഴത്തേക്ക് എൻ്റെ തന്നെ മനസ്സിൽ തോന്നി, എനിക്കൊരു 60-ാമത്തെ വയസ്സിലും 70-ാമത്തെ വയസ്സിലും നമ്മൾ ആ കാലത്ത് ജീവനോടുണ്ടെങ്കിൽ എനിക്ക് സമൂഹത്തോട് സംവദിക്കാൻ ഒരു പ്ലാറ്റ്ഫോം വേണം. പിന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പുതിയതായിട്ട് മുളച്ചു പൊന്തുന്ന ഇവരുടെ മുന്നിൽ പോയിട്ട് ഞാനെന്തിനെ സംസാരിച്ച് ഇവർക്ക് കണ്ടന്റ് കൊടുക്കുന്നത്? എനിക്ക് പറയാനുള്ളത് പറയാൻ എൻ്റെ സ്പേസ് വേണം. ഞാൻ നേരത്തെ ഫേസ്ബുക്കിലൂടെ പറയും. അങ്ങനെ വിചാരിച്ചപ്പോഴാണ് യൂട്യൂബ് എന്ന് പറയുന്ന സംഭവത്തെ ശ്രദ്ധിച്ച് തുടങ്ങാം എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു വലിയ ഷോ കൂടി എനിക്ക് പ്ലാൻ ചെയ്യണം. ഇനി സെയിം ടൈമിൽ ഇപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഒരു ഇനാഗുറേഷൻ, ഇപ്പം 2 ഇനാഗുറേഷൻ റീസെൻ്റായിട്ട് ഇപ്പോൾ കഴിഞ്ഞത്. ഒന്ന് കൊട്ടിയത്ത് കുണ്ട്ര പെരുമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫുഡ് വെയറും ഇതെല്ലാം കൂടെ പറയുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ഷോപ്പ് ഇനാഗുറേഷൻ, ഞാനും വിഷ്ണുവേട്ടൻ VC വിഷ്ണുനാഥ് ചീഫ് ഗസ്റ്റുമായിട്ട് നടന്നൊരു പരിപാടി. അതുപോലെ തന്നെ കൊട്ടിയത്ത് ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഇനാഗുറേഷൻ. എന്നിട്ട് നമുക്ക് പേയ്മെന്റ് റെഡി അല്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് വയ്ക്കുന്ന പല പരിപാടിയുണ്ട്. ഇപ്പൊ ഇതിൽ വരുമ്പോ തന്നെ ഇപ്പൊ അന്ന് നമ്മുടെ കഴിഞ്ഞ സമയത്ത് ഓഗസ്റ്റ് 14 ഇനാഗുറേഷൻ. അതെ, ഈ ഓഗസ്റ്റ് 14 പ്രോഗ്രാമിൽ നിന്ന് വിളിച്ചപ്പം ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പ്രഷർ കൂടുതൽ പറയുന്ന കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഇത്രയും പൈസ മാസം ചിലവ് വരുന്നു, ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഉദ്ഘാടനങ്ങളെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് വരുന്ന കാര്യം റിവീൽ ചെയ്യാൻ പറ്റും ഒരു ഉദ്ഘാടനത്തിന് എത്രയാണ് വാങ്ങുന്നത്? ശരിക്കും അത് ഞാനിത് പബ്ലിക്കായിട്ട് ഇത് പറയേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ അത് പണ്ട് ഇത് പറഞ്ഞൊരു അബദ്ധമായി. പണ്ട് ഞാൻ 5 ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ ഇനാഗുറേഷൻ, ആദ്യത്തെ തുടക്കകാലത്ത് വിന്നറായ സമയത്ത്. അപ്പോൾ 3 ലക്ഷത്തിന് വന്ന ഇനാഗുറേഷൻ ഒന്നും എല്ലാം ആൾക്കാർ വിചാരിച്ചു പുള്ളി 5 വാങ്ങുന്നത്. പ്ലാൻ അതുകൊണ്ട് അല്ല, ഞാൻ എന്നാലും നമ്മളൊരു പ്രൊഫൈൽ ഒരുപാടങ്ങ് താഴെ പോകത്തില്ല. പക്ഷെ ചില സ്നേഹബന്ധങ്ങളോ അടുപ്പങ്ങളോ ഒക്കെ വെച്ചിട്ട് ഒരു പരിപാടിക്കും ഞാൻ പൈസ മേടിക്കാതെ പോയിട്ടില്ല. ഞാൻ ഒരിടത്തും വലിഞ്ഞു കയറി ചെല്ലുന്ന ഒരാളുമല്ല, അങ്ങനെ പോകാറുമില്ല. സൗഹൃദത്തിന്റെ പേരിലും പോകത്തില്ല. എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരൻ അവൻ്റെ ഒരു ഇനാഗുറേഷൻ എന്നെ വിളിച്ചിട്ട് അവനോട് വല്ലവ് പറഞ്ഞു, അളിയാ നമ്മൾ ഒരുമിച്ച് പഠിച്ചല്ലേ, അളിയ വന്നു ഇതെന്താണ് ഇതോടെ വലിയ പൈസയൊക്കെ നീ വെളി മേടിക്ക്, ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യടേ എന്ന് പറഞ്ഞു. സത്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോയേനെ. പക്ഷേ കൂടെ പഠിച്ച കൂട്ടുകാരനല്ലേ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു. പാലം കളിച്ചു. അല്ല, അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ 2004 നമ്മൾ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഒരു 16 വർഷമായിട്ട് ഞാൻ എങ്ങനെ ജീവിച്ചെന്ന് എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പോൾ നീ ഒരിക്കലും സുഹൃത്തിനെ അല്ല വിളിച്ചത്, നീ വിളിച്ചത് ബിഗ് ബോസിലെ വിന്നറെയാണ് വിളിച്ചത്. ബിഗ് ബോസിലെ വിന്നറെ നീ വിളിക്കുമ്പോൾ ഒരു എമൗണ്ട് നീ കൊടുക്കണം. കാര്യം ബിഗ് ബോസിൻ്റെ വിന്നർക്ക് കേരളത്തിൽ ഒരു മാർക്കറ്റ് വാല്യൂ, അത് നീ തരണം. കൂട്ടുകാരനെയാണ് വിളിച്ചതെങ്കിൽ ഞാൻ നേരത്തെ പടം ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ ഉണ്ടായിരുന്നു, നാളെ ഇതുവരെ എന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, എൻ്റെ ജീവിതം എന്താണെന്ന് തിരക്കിയിട്ട് പോലും. അപ്പോൾ അത് സുഹൃത്ത് ബന്ധമല്ല. അപ്പം നമ്മുടെ സക്സസ്സിനോട് തോന്നുന്ന സ്നേഹമാണ്. അതൊക്കെ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞ് നെഗറ്റീവ് മേടിച്ച് കിട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ഒരാൾ വിളിക്കുന്നത് സ്നേഹം കൊണ്ടല്ലെന്നും, ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിക്കോട്ടെ, വേറൊരാൾ വിളിക്കുന്നതായിക്കോട്ടെ, ഇത് സ്നേഹം കൊണ്ടല്ല വിളിക്കുന്നത്. ഞാനെന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനെ നിങ്ങൾക്ക് വിറ്റ് കാശാക്കാൻ പറ്റും എന്നതുകൊണ്ടാണെങ്കിൽ നിങ്ങൾ വിറ്റ് കാശാക്കുന്നതിൽ ഒരു പങ്ക് എനിക്കും കിട്ടണം. ഇത്രയേ ഉള്ളൂ എൻ്റെ ഡിമാൻഡ്. എന്നെ ഇന്നലെ വേറൊരു ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് വിളിച്ചു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ എന്തിനാണ് ഇത് പൈസ തന്നെ ഈ ഇൻ്റർവ്യൂവിന് ഇങ്ങനെ വിളിക്കുന്നത്, നീ ഇത് പ്രയോജനപ്പെടുത്തുന്നില്ലല്ലോ. അല്ല ചേട്ടാ, അത് ഞാൻ ഭാവിയിൽ പ്രയോജനപ്പെടുത്തിക്കോളാം, അത് ചേട്ടൻ വന്നാൽ മതി. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഈ പേയ്മെൻറ്റ് ഉണ്ടെങ്കിലേ ഞാൻ വരൂ. അല്ല ചേട്ടൻ വന്നോ, ഞാൻ പേയ്മെൻറ്റ് തരാൻ റെഡിയാണ്, സെറ്റാണ്. കാര്യം ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പം ഒരു മോശം ആങ്കറെ വെച്ച് ആ ഇൻ്റർവ്യൂ നശിപ്പിച്ച് കളഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, അവൻ തന്നെ വീണ്ടും വിളിച്ചു. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ എനിക്ക് അവൻ നശിക്കണമെന്നില്ല, എന്നെ ഒരു ഇനാഗുറേഷൻ വിളിച്ചാലും ഞാൻ പറയും പൈസ കിട്ടുന്നുണ്ടെങ്കിലും പൈസ മാത്രമല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നതല്ല. അത് നമ്മൾ പൈസ കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് 2 കാര്യമുണ്ട്. നമുക്കൊരു വിലയുണ്ടെന്നെടുത്തു, പൈസ കൊടുത്തല്ലാതെ എന്താ വില?
പൈസയാണല്ലോ വില. അല്ലാതെ എന്തോ നമ്മളിപ്പോൾ നമ്മളൊരു സാധനം, ഒരു ചെരുപ്പ് മേടിച്ചു അല്ലെങ്കിൽ ഒരു സാധനം മേടിച്ചതിന് എല്ലാം പൈസയിലല്ലേ വില ഇടുന്നത്. ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഇപ്പം റോളക്സിൻ്റെ വാച്ച് 1 കോടിയുടെ വാച്ചിനാണ് ഏറ്റവും വലിയ വില. 50 ലക്ഷത്തിന് അത്രയും വിലയില്ല. സംഭവം 2 റോളക്സ് ആയിരിക്കും. അല്ലെങ്കിൽ 15 ലക്ഷത്തിന് റോളക്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കുറച്ചുകൂടെ കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ ആ മൂല്യം എന്ന് പറയുന്നത് പൈസയിലാണ് അളക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു സാൾ വിളിച്ച് പൈസ തന്ന് വിളിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ റെസ്പെക്റ്റഡ് ആവുന്നു, അവരുടെ മുന്നിൽ നമുക്ക് അഭിമാനത്തോടെ പോകാൻ പറ്റും. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കോളേജിൻ്റെ പരിപാടിക്ക് പോയിട്ട് വലിയ വിഷമം തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഒരു യൂത്ത് KSUവിൻ്റെ ഒരു പയ്യൻ, KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അവനെ സപ്പോർട്ട് ചെയ്യാം, അവൻ വിളിച്ച പരിപാടിക്ക് നമ്മൾ പോയി. പക്ഷേ വിളിച്ചിട്ട് പോയിട്ട് ഞാൻ സാധാരണ മേടിക്കുന്നതിനെക്കാട്ടി പൈസ കുറച്ചാണ് പോയത്, അവന് വേണ്ടി പോയതാണ്. പക്ഷേ ഇവൻ പൈസ തന്നില്ല. ഇവൻ പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. എന്ത് മര്യാദകേടാണിത്? അത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇനി നാളെ ഒരു പാർട്ടിക്കാരൻ ഒരു പരിപാടിക്ക് വിളിക്കുമ്പം അവനെ നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ, എന്നിട്ട് അവിടെ പോയിട്ട് അവനെ പുകഴ്ത്തി പറയുകയും ചെയ്യും. കാരണം അത് അവർക്ക് രാഷ്ട്രീയക്കാരല്ലേ. ഞാൻ പറയുന്നത്, ഞാൻ മേടിക്കുന്നതിൻ്റെ 3-1 4-1 പൈസ മേടിച്ചിട്ട് പോയ പരിപാടിയുടെ കാര്യമായി പറയുന്നത്. അത് അവർക്ക് വേണ്ടിയിട്ട് പോയതാണ്. അപ്പം അവർ നമ്മളെ പൊട്ടരാക്കും. അന്നേരം നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അപ്പം ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നിർബന്ധിതരാകും. പ്രോഗ്രാമിന് മുന്നേ പൈസ തന്നെങ്കിൽ ഞാൻ വരത്തുള്ളൂ എന്ന് പറയേണ്ട അവസ്ഥയുണ്ടാവും.